ഹായ് മത്യൂസ്. സോ GCC എന്നുള്ള ക്ലയൻസ് വളരെ പേടിയോടുകൂടിയാണ് ഈ ഒരു മൈഗ്രേഷനെ സമീപിക്കുന്നത്. അപ്പോൾ അതെന്തുകൊണ്ടായിരിക്കും അവർക്ക് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് വരുന്നത്? അത് ഈ GCCയിൽ വളരെയധികം ഫ്രോഡ് ഏജൻറ്റ്സ് ഒത്തിരി ഉണ്ട്. അപ്പം പലരുടെയും പണം നഷ്ടപ്പെട്ടവരാണ്. അപ്പോൾ ഓസ്ട്രേലിയക്ക് നോക്കുമ്പോഴും കാനഡയ്ക്കോ ഏത് രാജ്യങ്ങൾ നോക്കുവാണെങ്കിലും നമ്മൾ പലപ്പോഴും പലയിടത്തും പറഞ്ഞിട്ടുള്ളതാണ്, അതാത് രാജ്യങ്ങളിലെ ഗവൺമെൻറ് അംഗീകരിച്ച ഏജൻറ്റ് വഴി മാത്രം ട്രാവൽ ചെയ്യുക എന്നുള്ളത്, അല്ലെങ്കിൽ അവരുടെ പ്രോസസ്സ് തുടങ്ങുക എന്നുള്ളത്. GCCയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ GCCയിലേക്ക് പോകുന്നവരെല്ലാം തൊഴിലോട് കൂടെ പോയിട്ടുള്ള ആൾക്കാരാണ്. ഇപ്പോഴാണ് പിന്നെ വിസിറ്റ് വിസയിൽ പോയി ജോലി അന്വേഷിച്ച് കണ്ടുപിടിക്കുന്നത്. മുൻകാലങ്ങളിലെല്ലാം തൊഴിലോട് കൂടെ പോയ ആൾക്കാരാണ്. അപ്പം വിദേശ രാജ്യങ്ങളിലും ലൈക്ക് വെസ്റ്റേൺ കൺട്രീസിലും അങ്ങനെയാണ് എന്നൊരു തോട്ട് അവരുടെ ഉള്ളിലുണ്ട്. പക്ഷെ പലപ്പോഴും മൈഗ്രേഷൻ അങ്ങനത്തെ ഒരു പ്രോസസ്സല്ല. മൈഗ്രേഷൻ എന്ന് പറയുന്നത് അവർ അവിടെ കുടിയേറിയ ശേഷം അവരുടെ കഴിവിനനുസരിച്ചിട്ടുള്ള ജോലി അവർ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർ ഈ നാട്ടിൽ ഇപ്പം ഈ GCC കൺട്രീസിലുള്ളവരെല്ലാം തന്നെ വർക്കിംഗ് വിസയിൽ വിടാനുള്ള ശ്രമമാണ്. അപ്പോൾ അതിനൊരു വലിയൊരു എമൗണ്ട് മേടിക്കുകയും പിന്നീട് പറ്റിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ഇപ്പം ഓസ്ട്രേലിയയെ സംബന്ധിച്ചിടത്തോളം ഓസ്ട്രേലിയയുടെ രജിസ്റ്റേർഡ് ഇമിഗ്രേഷൻ പ്രൊഫഷണൽസ് ആണ്. അത് ഇമിഗ്രേഷൻ വെബ്സൈറ്റിൽ തന്നെ ഉണ്ട്. അപ്പോൾ അവിടെ ദുബായ് അടിച്ചു കഴിഞ്ഞാൽ ഒരു 10 പേര് മാക്സിമം, അതിക്കുള്ളൊന്നും ഉണ്ടാവില്ല. ആയിരക്കണക്കിന് ഏജൻസീസ് അവിടെ ഉണ്ട്. പക്ഷേ അതിൽ 10 പേര് മാത്രമാണ്. മലയാളികളിൽ കൂടിപ്പോയ 3 പേര് കാണും, മലയാളി കേരള ഏജൻസീസ്. അത്ര പേര് മാത്രമാണ് ഓസ്ട്രേലിയൻ ഗവൺമെൻറ് രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഏജൻസീസ്. അപ്പോൾ അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ അവർ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവർ പറ്റിക്കപ്പെടാതെ കൃത്യമായ വിവരങ്ങൾ അവർക്ക് കിട്ടുന്നതായിരിക്കും.